ഫ്രണ്ട്സിനോടോ മറ്റാരോടെങ്കിലും അറ്റാച്ച്ഡ് ആവാനായിട്ട് പേടി തോന്നാറുണ്ടോ? ഫിലോഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പല ഘട്ടത്തിൽ ചിലപ്പോൾ ഇത് തോന്നിയിട്ടുണ്ടാവാം. എല്ലാവർക്കും അല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടാതെ പോയ അവസ്ഥയുള്ള ആളുകളുണ്ടല്ലോ. പേരൻസിൻ്റെ കെയർ കിട്ടാതെ പോയവർ. പല പല പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കെയർ കിട്ടാതെ പോയത്. ഒറ്റപ്പെടൽ തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മാതാപിതാക്കൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറ്റാച്ച്മെൻറ്റ് നല്ല രീതിയിൽ ചെറിയ പ്രായത്തിൽ ആരോടും വൈകാരികമായിട്ട് അടുക്കാൻ പറ്റാതെ പോയൊരു അനുഭവം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിലും വല്ലാത്ത ഭയം തോന്നുക. ഫ്രണ്ട്സിനോട് ഒരുപാട് അടുക്കാൻ, അല്ലെങ്കിൽ പ്രണയത്തിലാവാൻ, വിവാഹം കഴിക്കാൻ ഒക്കെ തന്നെ ടെൻഷൻ തോന്നുന്ന, വല്ലാത്ത ഭയം തോന്നുന്ന അവസ്ഥ. എന്ത് ചെയ്യുന്നറിയാമോ? ഒരുപാട് ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നത് കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇവർ പിന്മാറാനായിട്ട് ശ്രമിക്കും. അവർക്ക് പേടി വരും. ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയാൽ ഞാൻ റിജക്ഷൻ നേരിട്ടാലോ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ സംഭവിച്ച പോലെ പെട്ടെന്ന് ഞാൻ അർഹിക്കുന്ന സ്നേഹം എനിക്ക് പെട്ടെന്ന് ഇല്ലാതായി പോയാലോ. ഇവരുടെ പാർട്ട്നേഴ്സിന് പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് പലപ്പോഴും സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി പെട്ടെന്ന് വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്, എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഇവരുടെ പാർട്ട്ണർ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും എൻ്റെ റൂട്ട് കോസ് ചൈൽഡ്ഹുഡിലാണ് എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. എൻ്റെ പണ്ടുണ്ടായിരുന്ന അനുഭവങ്ങളാണ്, ഞാൻ കണ്ട ജീവിതങ്ങളാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്, എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആവാൻ സാധ്യതയുള്ളതാണെന്നൊക്കെ ചിന്തിച്ച് ഭാവിയിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ പലപ്പോഴും ഓവർ ജനറലൈസ് ചെയ്യും. നമ്മൾ മനുഷ്യർ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ചിലപ്പോൾ പോവാം. ഒരിക്കലൊന്ന് സംഭവിച്ചതുകൊണ്ട് ഇനി എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരുപാട് ഓവറായിട്ട് ജനറലൈസ് ചെയ്ത് പോകാം. അപ്പോൾ അതൊരു നമ്മുടെ ചിന്തകളിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലൂടെ സാധിക്കും. നമ്മുടെ ചിന്താഗതിയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കൽ സംഭവിച്ചത് എപ്പോഴും സംഭവിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് ഭയമുള്ളതിനെ നമ്മൾ പതുക്കെ ഫേസ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട്സിനെ, അവരോട് നമ്മൾ അറ്റാച്ച്ഡ് ആവുന്ന, അവരോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് ഈവൻ വിവാഹശേഷം പോലും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ പേടിയുള്ള കാര്യങ്ങളെ പതുക്കെ നമ്മൾ ഫേസ് ചെയ്യുക. നമ്മൾ സുഹൃത്തുക്കളുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ വൈകാരികമായിട്ട് അടുപ്പം ആഗ്രഹിക്കുന്നവരുമായിട്ട് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാവും നമ്മൾ പണ്ടുണ്ടായ അനുഭവങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. നമ്മൾ പതുക്കെ അവരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യുക. വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജെനുവിനായിട്ടുള്ള ആളുകളും ഈ ലോകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. പലപ്പോഴും ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ആയിരിക്കും. ആദ്യം ചിലപ്പോൾ അത് ശരിയാവണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇമോഷണൽ പ്രശ്നം കൊണ്ടോ ചിലപ്പോൾ ഫെയിലർ വരാം. പക്ഷേ അതിനെയൊക്കെ അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക. നമ്മൾ ഒരുപാട് ചിലപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്ത് ചാടി ചിലപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും. കാരണം ആ സ്നേഹം കിട്ടാനായിട്ടുള്ള ഒരു ക്രേവിങ്, വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തു ചാടാതെ നമ്മൾ സ്ലോലി അവരെ പഠിക്കാനും പതുക്കെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക.